മാധവ മാഷോ ഏതൊരു കാണാറില്ലല്ലോ മാഷെ. പ്രായമായില്ലേ, വല്ലപ്പോഴും ഇറങ്ങാറുള്ളൂ. ഇന്ന് മാഷ് വാ കേറിയിരിക്കെ. ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. മകൾ നിരഞ്ജന ഇവിടെയുണ്ടോ? അവളിവിടെ ഉണ്ട്. അവളൊരാഴ്ചയായി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട്. എന്താ മാഷെ കാര്യം? PN പണിക്കർ അനുസ്മരണത്തോടനുബന്ധിച്ച് വായന മാസാചരണം നടത്തുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യം. ഇതിന് ഓൺലൈനായിട്ട് അയക്കാൻ എനിക്കറിയില്ല. ഇക്കാര്യത്തിന് മോളുടെ സഹായത്തിന് ആണ് വന്നത്. അയ്യോ അതിനെന്താ മാഷേ, ഞാൻ അവളെ വിളിക്ക. മോളെ, മാധവ മാഷ് വന്നിട്ടുണ്ട് താഴെ. അയാൾക്ക് വായന മാസാചരണത്തോടനുബന്ധിച്ച് അയാളുടെ ഒരു വായന ചിത്രീകരിക്കണം. മോൾ അതൊന്ന് ചെയ്തു കൊടുക്ക്. കാലത്തൊക്കെ ആര് വായിക്കാനാമേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ വരാം, അമ്മ നടക്കുന്ന. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്തോ വായന. നമസ്കാരം മാഷേ. എന്താ സുഖല്ലേ? അമ്മ പറഞ്ഞ എന്തോ ചിത്രീകരിക്കാനുണ്ടെന്ന്. എന്താ മാഷേ? എനിക്ക് അധ്യാത്മ രാമായണത്തിലെ ഒരു ഖണ്ഡിക ഓൺലൈനായിട്ട് വായിച്ചിട്ട് അത് ചിത്രീകരിക്കണം. എന്നാ മാഷ് ഇരുന്നോ, നമുക്കത് ചെയ്യാം. തുടങ്ങിക്കോളും മാഷേ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ഠം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകവാസ സർവേശ്വര മഹേശ്വര, സർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടോന്നു നിന്തുരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം.